ക്വസ്റ്റ്യൻ നമ്പർ 29th ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നുമുള്ളതാണ്. എന്തായാലും നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? y is equal to y of x be the solution of that given differential equation. Then y of 1/2 is equal to m by n ആണെങ്കിൽ m plus n കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോൾവ് ചെയ്ത് y കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലേക്ക് 1/2 കൊടുക്കുക. അപ്പോൾ നമുക്ക് എമ്മും എന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ m plus n ആണ് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് dy/dx എന്ന് എഴുതുന്നു. അപ്പോൾ dy/dx is equal to ആ 1 - x² കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം dx താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? xy ഡിവൈഡഡ് ബൈ 1 - x² പ്ലസ് x³ പ്ലസ് 2 ഇൻറ്റു അടുത്തത് ഒരു √3 ഉണ്ട്. ദെൻ √(1 - x² ഉണ്ട്. അതിനെ ഞാൻ 1 - x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ ആണല്ലോ? നമുക്കൊന്നുകൂടി ഇതിനെ കറക്റ്റാക്കി എഴുതാം. dy/dx is equal to xy ഡിവൈഡഡ് ബൈ 1 - x² പ്ലസ് √3 ഇൻറ്റു x³ പ്ലസ് 2 ഡിവൈഡഡ് ബൈ √(1 - x². ന്യൂമറേറ്ററിൽ ഒരു √1 - x² ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഒരു 1 - x² ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ ഒരു √1 - x² ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് dy/dx എന്ന് പറയുന്നത്. ഞാനിതിനെ dy/dx മൈനസ് xy ഡിവൈഡഡ് ബൈ 1 - x² ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു x³ പ്ലസ് 2 ഡിവൈഡഡ് ബൈ √(1 - x² എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q. ഈ ഫോമിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയല്ലേ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ p ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് -x/1 - x² ആണ്. അതേപോലെ q ആയിട്ട് വന്നിരിക്കുന്നത് √3 ഇൻറ്റു x³ പ്ലസ് 2 ഡിവൈഡഡ് ബൈ √(1 - x² അല്ലേ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. എന്താ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? e⁻∫pdx അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു e⁻∫−x ഡിവൈഡഡ് ബൈ 1 - x² ഇൻറ്റു dx. അതായത് e⁻∫ ഞാൻ ഒരു 1/2 കൊടുത്തു, അതോടൊപ്പം തന്നെ ഒരു 2 ന്യൂമറേറ്ററിൽ കൊടുത്തു അല്ലേ? അങ്ങനെ കൊടുത്താലുള്ള പ്രയോജനം എന്താ? ആ ഇൻ്റഗ്രലിൽ ഡിനോമിനേറ്ററിൻ്റെ കറക്റ്റ് ഡെറിവേറ്റീവ് തന്നെ ന്യൂമറേറ്ററിൽ വന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതിയാൽ മതിയല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു e⁻log √1 - x². ലോഗിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഉള്ളിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി എന്ന് നമുക്കറിയാം. ഈയും ലോഗും ചേർന്ന് വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് √1 - x² മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞു. √1 - x² ആണല്ലോ. ശരിയല്ലേ മക്കളെ? അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. സൊല്യൂഷൻ എഴുതാം. എങ്ങനെയാണ് സൊല്യൂഷൻ നമ്മൾ എഴുതുന്നത്? സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്നല്ലേ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ ഇവിടെ എഴുതിയാലോ? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ √(1 - x² അല്ലേ? ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു q നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. q എന്ന് പറയുന്നത് √3 ഇൻറ്റു x³ പ്ലസ് 2 ഡിവൈഡഡ് ബൈ √(1 - x² ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ √(1 - x² ഇൻറ്റു dx എന്നല്ലേ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ രണ്ട് √1 - x² ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്നത് y ഇൻറ്റു √(1 - x² ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇൻ്റഗ്രൽ x³ പ്ലസ് 2 ഇൻറ്റു dx എന്നാണല്ലോ മക്കളെ. ശരിയല്ലേ? ഓക്കെയാണ് അല്ലേ? അതായത് y ഇൻറ്റു √(1 - x² ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ ഇൻ്റഗ്രൽ x⁴/4. അടുത്തത് 2 ഇൻ്റഗ്രൽ 2x അല്ലേ? പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരും.
ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് അവിടെ നമുക്ക് ഒരു ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. അതായത് എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആകും. അപ്പോൾ എക്സ് 0 വൈ 0 എന്ന് കൊടുത്താൽ നമ്മുടെ ഈ സൊല്യൂഷൻ എങ്ങനെയായിട്ടാണ് മാറുക? 0 = 0 + c. അതായത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 ആയിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് y × √1 - x² എന്താകും? √3 × x⁴/4 + 2x എന്നല്ലേ വരിക. അപ്പോൾ ഇതാണ് സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? y(1/2) അല്ലേ മക്കളെ. y(1/2) കണ്ടുപിടിക്കണമെങ്കിൽ x-ന് 1/2 കൊടുത്താൽ പോരെ. അപ്പോൾ ഞാൻ x-ന് 1/2 കൊടുക്കട്ടെ. അപ്പോൾ y × √1 - 1/2², അതായത് √1 - 1/4, അതായത് √3/4, √3/2 എന്ന് വരില്ലേ. അതുപോലെ അടുത്ത സ്റ്റെപ്പിലോ √3 × x⁴, 1/2⁴, 1/2⁴ 1/16 ആണ്. അപ്പോൾ അത് 1/16 / 4, 1/64 എന്ന് വരില്ലേ അല്ലേ. പ്ലസ് 2 × 1/2, അത് 1 ആയിട്ട് മാറും. ഓക്കെ ആണോ അല്ലേ? യെസ്. ഇതാ നോക്കി, രണ്ട് സൈഡിലും √3 √3 ഒക്കെ ഞാൻ കട്ടാക്കി കളഞ്ഞു. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y = 2 × 1/64 + 1 എന്നല്ലേ കിട്ടുക അല്ലേ. അതായത് 2 × 65 / 64 എന്ന് കിട്ടും. 2 ക്യാൻസൽ ചെയ്താൽ 65 / 32 എന്നല്ലേ കിട്ടുക. അപ്പോൾ y എന്ന് പറയുന്നത് y(1/2) എന്ന് പറയുന്നത് 65 / 32. അതിന് ഇനി നമുക്ക് ഫർദറായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല, ഫർദറായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എമ്മും എന്നും കോ പ്രൈംസ് തന്നെയാണ്. അപ്പോൾ ഇത് m/n ആണെങ്കിൽ m+n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി m 65 ആണ്, n 32 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m+n എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 97 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 97 ആണ്. ഓക്കെ.